കോമ്പിനേഷനായ മോരുകറി എല്ലാവർക്കും തയ്യാറാക്കാൻ അറിയാം. എന്നാൽ തേങ്ങ അരയ്ക്കാതെയും കഷ്ണങ്ങളൊന്നും ഇടാതെയും എങ്ങനെ പെട്ടെന്ന് ഒരു പാത്രത്തിൽ സിമ്പിളായി ടേസ്റ്റിയായ മോരുകറി വെക്കാമെന്ന് പുതുതായി കുക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയും എല്ലാവർക്കും വേണ്ടിയും ഈ വീഡിയോയിൽ കൂടെ ഷെയർ ചെയ്യുന്നു. ഇത് തയ്യാറാക്കാനായി 2 കപ്പ് തൈര്, 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ലൂസാക്കി വെക്കുക. ഇനിയും ചൂടായ പാനിൽ ഓയിൽ ഒഴിച്ച് കടുക് പൊട്ടിക്കുക. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ ചെറിയ ഉള്ളി ഇതിട്ട് റോസ്റ്റ് ചെയ്യാം. വെളുത്തുള്ളി താല്പര്യമില്ലാത്തവർക്ക് ഒഴിവാക്കാം. ഇതെല്ലാം ഒന്ന് റോസ്റ്റ് ആയതിനു ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1/4 ടീസ്പൂണ് ഉലുവാപ്പൊടി, അതുപോലെ എരിവിന് ആവശ്യമായ പച്ചമുളക് അതെല്ലാം കൂടി ഇട്ടൊന്ന് വഴറ്റുക. കൂടെ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണ് മുളക് പൊടി, ലേശം കായപ്പൊടി എന്നിവ ലോ ഫ്ലെയിമിൽ ഇട്ട് റോസ്റ്റ് ആക്കുക. കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുക. എന്നിട്ട് ഉടച്ചു വെച്ചിരിക്കുന്ന തൈര് ഇതിലേക്ക് ഒഴിക്കുക. നന്നായിട്ട് ഇളക്കുക. ഈ സമയം കുറച്ചുകൂടി ലൂസ് ആകണമെങ്കിൽ വെള്ളം ആവശ്യാനുസരണം ഒഴിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിടുക. ഇത് തിളയ്ക്കേണ്ട ആവശ്യമില്ല. നന്നായി ചൂടായി വന്നാൽ മാത്രം മതി. നന്നായി ചൂടായി കഴിയുമ്പോൾ ഫ്ലെയിം ഓഫാക്കുക. ഫ്ലെയിം ഓഫാക്കിയാലും കുറച്ച് നേരം കൂടെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ആർക്ക് എപ്പോൾ വേണമെങ്കിലും പെട്ടെന്നുണ്ടാക്കാവുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും സിമ്പിളായ മോരുകറി, കേരളത്തിൻ്റെ ട്രഡീഷണൽ കറി മോര് കാച്ചിയത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ഒരു നല്ല റെസിപ്പിയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം.